ക്ലാസ്സിലേക്ക് കടന്നു വന്ന എല്ലാവർക്കും ആ, ദൈവനാമത്തിലുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ആക്ച്വലി ഇന്ന് എൻ്റെ വൈഫ് എന്നോടുകൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ദ വേൾഡ് സ്തോത്രം, എൻ്റെ കൂടെ ഉണ്ട്. സ്തോത്രം. അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആദ്യമായിട്ട് പുള്ളിക്കാരി അല്പസമയം ഒരു ടെസ്റ്റ് മണി പറയാനുണ്ട്. അത് ടെസ്റ്റ് മണിയും കാര്യങ്ങളൊക്കെ പറയും. മലയാളം അത്ര പോരാ, പേര് യൂഷ്വലി പോയി പറയാം. ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. ലെറ്റ് സി, മലയാളമോ ഇംഗ്ലീഷോ എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി പറയും. താങ്ക് യു. ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. പ്രൈസ് ദ ലോർഡ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എൻ്റെ പേര് എസ്തർ. എന്നെ വീട്ടിൽ വിളിക്കുന്നത് പ്രിൻസിന്ന. പിന്നെ എനിക്ക് മലയാളം അത്ര ഫ്ലുവൻ്റ് അല്ല, ബട്ട് ട്രൈ ചെയ്യാം. പിന്നെ എനിക്ക് ആക്ച്വലി ഐ വോണ്ട് ടു എല്ലാവർക്കും ഞാൻ ഒരു താങ്ക്സ് പറയാനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാനിത് ഇവിടെ വരുന്നത്. താങ്ക് യു ഓൾ ഫോർ പ്രേയിങ് ഫോർ അസ്. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടു. ദൈവം നേരായിട്ടും ഞാനല്ല, ദൈവത്തിൻ്റെ കൃപ ആണ് ഇത്ര ദിവസം നമ്മളെ എല്ലാ കാര്യങ്ങളും ദൈവം നടത്തിയത്. സോ ഐ ജസ്റ്റ് വോണ്ട് ടു താങ്ക് ഗോഡ്. എനിക്ക് എവിടെ നിന്ന് തുടങ്ങണ്ടേന്ന് അറിയത്തില്ല. ബിക്കോസ് ജനി ഫ്രം ദ ഡേ ഓഫ് ബർത്ത് ടിൽ ദിസ് ഡേ ഗോഡ് ഹാസ് ബീൻ വെരി ബ്ലെസ്സഡ്. ഒത്തിരി എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഗോഡ് ലവ്സ് മീ സോ മച്ച്, ആൻഡ് I believe God really cares about me, and I want to thank God at this moment for all His mercies upon me. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ടുഡേ ഇസ് മൈ 41 years I finished, by God's grace. I thank God for that. And then ഞാൻ ആക്ച്വലി my mother is a മമ്മി മലയാളിയാ, ബട്ട് ഡാഡി കന്യാകുമാരിയിൽ നിന്നാണ്. പിന്നെ ആഫ്റ്റർ ദി മാരേജ് അവർ ബാംഗ്ലൂരിൽ സെറ്റിൽ ആയ കാരണം എനിക്ക് അത്ര ഒന്നും മലയാളമില്ല. ബട്ട് മമ്മി മലയാളത്തിലാണ് സംസാരിക്കുന്നത്. അത് കാരണം എനിക്ക് മലയാളം നല്ലതായിട്ട് മനസ്സിലാവും. ബട്ട് തിരിച്ചു പറയാൻ അങ്ങനെ ക്ലിയർ ആയിട്ട് വരത്തില്ല. അറ്റ് ദിസ് മൂമെന്റ് പിന്നെ മമ്മി ഡാഡി വന്ന ഒരു ബൈബിൾ കോളേജിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഞങ്ങളെല്ലാം അവിടെ ജനിച്ച് വളർന്നത്. ഗോഡ് വാസ് റിയലി ഗ്രേഷ്യസ്. ഞാൻ ജനിച്ച ദിവസം തൊട്ട് ദൈവം എൻ്റെ കൂടെ ഇരുന്ന് എൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഐ താങ്ക് ഗോഡ് ഫോർ ദാറ്റ്. ഞാനൊരു വലിയ ഐ വാസ് നോട്ട് എ വെരി ഗുഡ് പേഴ്സൺ ഓർ എ വെരി ഗ്രേറ്റ് പേഴ്സൺ. എനിക്ക് അത്രയൊന്നും ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു സ്റ്റഡീസിൽ, ബട്ട് ഐ വാസ് വെരി നോട്ടി. പിന്നെ ഞാൻ വളർന്ന് വന്നപ്പം മേ ബി ഇൻ ട്വൽത്ത് സ്റ്റാൻഡേർഡ് ആക്ച്വലി ഒരു ലൈക്ക് നോ ഫ്യൂച്ചർ, ഒരു പ്ലാൻ ഇല്ലാതെ, ഒരു ആംബിഷൻ ഇല്ലാതാണ്. ഐ വാസ് വെരി ലെജൻഡ്. ഐ വാസ് നോട്ട് വെരി സീരിയസ് അബൌട്ട് ലൈഫ്, ബട്ട് ഗോഡ് ചൂസ് മീ അമോങ് മെനി, ആൻഡ് ഹി ഹാസ് ബ്ലെസ് മീ വെൻ ഐ വാസ് ഇൻ മൈ 12th. ആസ് യു നോ, ഐ വാസ് ഇൻ ബാംഗ്ലൂർ. ഞാൻ കന്നഡ സബ്ജക്റ്റാണ്. അതിൽ ഞാൻ ഫെയിലായി. അതിൽ എനിക്ക് ഭയങ്കര സങ്കടമായി. ബട്ട് എനിക്ക് ഐ ഡിഡൻ നോ ഹൗ ടു റിയാക്ട്. അപ്പം ഞാൻ എൻ്റെ റൂമിൽ കയറി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കരഞ്ഞു. പിന്നെ എന്താന്ന് തോന്നിയില്ല. ബട്ട് ഞാൻ എൻ്റെ ഒരു ബുക്ക് എടുത്ത്, പിന്നെ കന്നഡയുടെ ഒരു ബൈബിൾ എടുത്തിട്ട് കന്നഡയുടെ പ്രോവബ്സ് ഞാൻ എഴുതാൻ തുടങ്ങി. ഐ സ്റ്റാർട്ടഡ് റൈറ്റിംഗ്. അതിൽ തന്നെ ഞാൻ അങ്ങനെ കരഞ്ഞുകൊണ്ട് തന്നെ ഉറങ്ങിപ്പോയി. ബട്ട് വെൻ ഐ വോക്ക് അപ്പ് ദ നെക്സ്റ്റ് ഡേ, എനിക്കൊരു വലിയൊരു സമാധാനം, ഒരു വലിയൊരു ധൈര്യം, ഒരു വലിയൊരു കോൺഫിഡൻസ് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നി. ഐ ഫെൽ ദ ലോർഡ് ഹാഡ് റിയലി ടോക്ക് ടു മീ. അതായിട്ട് പിൻപ് ഞാൻ എക്സാം എഴുതാൻ പോയി. ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ ജയിച്ചു. പിന്നെ നേഴ്സിംഗ് വന്ന് എൻ്റെ ഒരു ചെറിയൊരു ഇഷ്ടമായിരുന്നു, ബട്ട് ഒത്തിരി ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നു നേഴ്സിംഗിൽ. ബട്ട് ഗോഡ് ചൂസ് മീ. എനിക്കൊരു നേഴ്സിംഗ് ചെയ്യാൻ ഞാനൊരു GNM ചെയ്തത്. GNM ചെയ്തു. അവിടെ അതിൽ ഐ വാസ് മോർ
ഡിപ്പെൻഡിങ് ഓൺ ദ ലോഡ് എവറി ഡേ ഞാൻ ബുക്ക് തുറക്കുന്ന മുൻപ് ബുക്ക് ക്ലോസ് ചെയ്യുമ്പോഴും ഞാൻ കൈവച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ബുക്ക് മേലെ. ദൈവമേ, എനിക്ക് ഞാനിത് പഠിക്കുന്നത് ഇറ്റ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ യുവർ കിങ്ഡം, ഇറ്റ് ഷുഡ് ബി യൂസ്ഫുൾ ഫോർ വാട്ട് ഐ എം ഡൂയിങ് ആൻഡ് വാട്ട് എവർ ഐ ഡു ഐ വോണ്ട് ദ ബെസ്റ്റ് ഔട്ട് ഓഫ് ഇറ്റ്. അതാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ബൈ ഗോഡ്സ് ഗ്രേസ് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു. നഴ്സിംഗിൽ നല്ല മാർക്സിൽ ഇതായി. പിന്നെ ഞാൻ അവിടെ തന്നെ എനിക്ക് ഒരു ബോണ്ട് ഉണ്ടായിരുന്നു ഒരു 2 years. അത് ആയിട്ട് പിൻപ് ഐ മൂവ് ടു CMC വെല്ലൂർ. CMC വെല്ലൂരിൽ 2 years ചെയ്തു. ബട്ട് ഞങ്ങൾ ഒരു എക്സ്പെക്റ്റ് ചെയ്യാതെ അപ്പോഴാണ് ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞ്. ദെൻ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യാതെ ഞങ്ങൾ സൗത്ത് ആഫ്രിക്കക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി ജോലിയായിട്ട്. ആക്ച്വലി ഇത് ഞങ്ങളുടെ ഡ്രീമിൽ പോലില്ല. ബട്ട് then we got this opportunity. We just applied for it, and miraculously God led the way, and we came here, and he provided a very good job for us, and he led us so far. It is 12 years, 12 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നു. എനിക്ക് ജോലിയിൽ ഭയങ്കരമായിട്ട് ഒത്തിരി ഡിസ്ക്രിമിനേഷനും ഒത്തിരി പ്രയാസങ്ങളും ഡിസപ്പോയിൻമെൻറ്റ്സും ഞാനൊരു ഞാനൊരു കുളീനകത്ത് വീഴുന്ന പോലെ ഒരു ലൈക്ക് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഐ ഫെൽ ഡൗൺ ഇൻസൈഡ് എ പിറ്റ്. ഇപ്പം ഞാൻ ഈ സ്ഥലത്ത് ഞാനിങ്ങനെ കുടുങ്ങി, ഇനി ഇവിടെ നിന്ന് എണീറ്റ് പോകാനൊക്കത്തില്ല. അങ്ങനെയാണ് എൻ്റെ അവസ്ഥയായിരുന്നു. ഞാനൊരു പോസ്റ്റ് BSc നഴ്സിംഗിന് വേണ്ടി അപ്ലൈ ചെയ്തപ്പം അപ്ലൈ ചെയ്ത് എല്ലാം ചെയ്തു. ഞാൻ നാട്ടിൽ എക്സാമിന് വരുമ്പോൾ ഒരു ഫസ്റ്റ് ടൈം വന്നപ്പം ഏജൻറ്റ് എന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ ഞാൻ തിരിച്ചു വരേണ്ടതായിരുന്നു. പിന്നെ ഞാൻ അടുത്ത വർഷം വന്നപ്പം അവിടെ ഒരു വലിയ സ്ട്രൈക്കായിരുന്നു. ഈ കാവേരി പ്രശ്നത്തിൻ്റെ സ്ട്രൈക്കായിരുന്നു ബാംഗ്ലൂരിൽ. അപ്പോഴും എനിക്ക് ആ എക്സാം എഴുതാൻ പറ്റിയില്ല. പിന്നെ ഞാൻ വന്നിട്ട് പിന്നെ എൻ്റെ ഡാഡി ഞങ്ങളെ വിട്ടുപോയി. അതായിട്ട് പിൻപ് എനിക്ക് പിന്നെ അത് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയില്ല. അങ്ങനെ എനിക്ക് BSc നഴ്സിംഗ് ചെയ്യാൻ പറ്റിയില്ല. എൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാനിവിടെ ഞങ്ങൾ പിന്നെ പപ്പ മിനിസ്റ്റർ 2018 ഞങ്ങളിവിടെ ചർച്ചിലെ എല്ലാം കാര്യങ്ങൾ ചെയ്തപ്പം പിന്നെ ഞാൻ വിശ്വസിച്ചു, വി ബിലീവ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ദൈവം ഇതിനാണ് നമ്മളെ ഇവിടെ വെച്ചിരിക്കുന്നത്. ഇന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് ഇതൊക്കെ ദൈവസഹായത്തിൽ ഞങ്ങൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം എന്നെ കുറേ വർഷമായിട്ട് ഇവിടുന്ന് ആൾക്കാരെല്ലാം ഇങ്ങനെ OET IELTS ഒക്കെ എഴുതി ഇങ്ങനെ പോകുന്നുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോൾ ചേച്ചി ചെയ്യണം, യു ഓൾസോ മസ്റ്റ് ഡു, ലെറ്റ്സ് ഗോ, നമുക്ക് പോകാം, സേഫ് അല്ല കൺട്രി, നമുക്ക് പോകാമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇല്ല, ഞങ്ങൾ ഓൾറെഡി ഒരു പ്ലേസിൽ ഞങ്ങൾ ഇവിടെ തന്നെ കാണുമെന്നൊക്കെ. അപ്പം ബട്ട് ഞങ്ങളുടെ അടുത്ത് പ്രാർത്ഥിച്ച കുറേ പ്രോ പാസ്റ്റേഴ്സ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഇല്ല, നിങ്ങൾക്ക് മൂവ് ചെയ്യേണ്ട ടൈമായി, യു ഹാവ് ടു പ്രേ, ഗോഡ് ഈസ് ഗോയിങ് ടു ഓപ്പൺ അനദർ പ്ലേസ് ഫോർ യു എന്നൊക്കെ. അപ്പൊ ഞങ്ങള് അതായിരുന്നു മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ബട്ട് മിറാക്കുലസ്ലി വി ഗോട്ട്, ഞാൻ അപ്ലൈ ചെയ്തില്ല, ബട്ട് എനിക്ക് വേണ്ടി ആരോ OETയുടെ ഫീസ് എൻ്റെ കസിൻ ബ്രദർ ഇൻ ലോ വന്ന് OETയുടെ ഫീസ് പേ ചെയ്ത്. അങ്ങനെ ഞാനത് ഇഗ്നോർ ചെയ്യാനൊക്കത്തില്ല. അത് കാരണം ഞാൻ OETയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഒരു 3 months ക്ലാസ് അറ്റൻഡ് ചെയ്ത് ദൈവം സഹായിച്ച് OETയും പാസ് ചെയ്ത്. അപ്പം ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി മേ ബി ഗോഡ് ഹാസ് എൻ അതർ പ്ലാൻ ഫോർ അസ്. അപ്പം ഒരു സ്റ്റെപ്പ് പോകുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദൈവമേ, ഇഫ് ഇറ്റ്സ് യുവർ വിൽ, അല്ലാട്ടി ദൈവത്തിന്റെ ചിത്തം ഇല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ നിൽക്കണം, ഇനി മുൻപ് പോകരുത്. അങ്ങനെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെയാണ് അടുത്തത് IQM ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതും ദൈവം എന്നെ സഹായിച്ചു പാസ് ചെയ്യാൻ. പിന്നെ ഓസ്കി എഴുതാൻ ഞാൻ ന്യൂസിലാൻഡ് പോയപ്പം ആ ടൈമിൽ ഞങ്ങൾ പോയ ടൈമിൽ ഭയങ്കര ലോ പെർസെൻറ്റേജ് ഓഫ് പാസിംഗ് ആയിരുന്നു. പാസ് മാർക്ക് ഭയങ്കര ലെസ് ആയിരുന്നു. അപ്പം ഞങ്ങൾ പോയ ഇതിൽ ഞങ്ങളിങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പം സ്റ്റുഡൻസ് എല്ലാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എല്ലാവരും ഫെയിലായി. ഈ പ്രാവശ്യവും ഈ ആഴ്ചയുടെ എക്സാമിലും എല്ലാവരും ഫെയിലായി, പാസിംഗ് ഒന്നും ഇല്ല.
അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഐ ഹാവ് എ ഗ്രേറ്റ് ഗോഡ്. ഇഫ് ഗോഡ് ബ്രോട്ട് മീ സോ ഫാർ, ഹി കൻ മേക്ക് മീ ടു pass this exam. He's going to make me to finish this. അതാണ് എൻ്റെ മനസ്സ്. ഞാൻ എൻ്റെ ചുറ്റിലിരിക്കുന്ന നെഗറ്റീവ് സൗണ്ട് ആയിരുന്നു ഫുൾ. എൻ്റെ ചുറ്റിലിരിക്കുന്ന ഇതൊക്കത്തില്ല, ഇത് ഭയങ്കര പാടാ, അവരെങ്ങനെ അസസ് ചെയ്തതെന്ന് അറിയത്തില്ല, ഈ എക്സാം എങ്ങനെയാണെന്ന് അറിയത്തില്ല, ഇവരെന്താ നോക്കുന്നതെന്ന് അറിയത്തില്ല. ചില ആൾക്കാർ കംപ്ലീറ്റ് ചെയ്യാത്ത ആൾക്കാർ പാസ്സായിട്ടുണ്ട്, ചില ആൾക്കാർ കംപ്ലീറ്റ് ചെയ്തവർ ഫെയിൽ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ only I was hearing only negative, but ഞാനൊന്ന് I was like, no, my God is greater than this. My God can do miracles for me. He will really do this for me. My God has authority over every authority on this earth. അതാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് as Psalms 46:10 ഇരിക്കുന്ന പോലെ, be still and see that I am your God. അതാണ് I kept on saying, this is my God's doing. ഇത്ര ദൂരം ദൈവം എന്നെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ he will really make me to get this exam. പിന്നെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നെ രണ്ടാഴ്ച ആയപ്പം എക്സാമിൻ്റെ റിസൾട്ട്സ് വന്നു. ഐ വാസ് റിയലി സർപ്രൈസ്ഡ്. It was not me, it was the Lord's doing. It was a miracle the Lord did in my life. I passed my exams and I praise God for that. Even today, I really don't know how I did it, but I know the Lord was there with me. Pina, God helped me with all my other processes. And ഞാൻ കുറേ ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും ഞാൻ ഇൻ്റർവ്യൂക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അയച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ബട്ട് ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ലാസ്റ്റ് സെപ്റ്റംബർ എൻഡിൽ ഒരു ഓഫർ കിട്ടി. അത് ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. പിന്നെ ആ ഇൻ്റർവ്യൂ ആയി. ഇറ്റ് വാസ് എ മെറാക്കുലസ് ഇൻ്റർവ്യൂ. ഞാൻ കുറേ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഇൻ്റർവ്യൂവിലും ഒരു ക്വസ്റ്റ്യനേ ചോദിക്കത്തിട്ടുള്ളൂ. ബട്ട് ഈ ഇൻ്റർവ്യൂവിൽ കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എനിക്കൊരു സ്ട്രെസ് ഉണ്ടായിരുന്നു. ബട്ട് ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, ഇഫ് ഇറ്റ്സ് യുവർ വിൽ, ദൈവത്തിൻ്റെ ചിത്തം ഉണ്ടെങ്കിൽ മാത്രം ഇത് എനിക്ക് കിട്ടിയാൽ മതി. ഇഫ് ഇറ്റ്സ് നോട്ട് യുവർ വിൽ, ഐ എം നോട്ട് ഗോയിങ് എനിവെയർ. അത്രയും ഞാൻ പറഞ്ഞിട്ട് അത് വെച്ചു. വിതിൻ 24 hours എനിക്ക് ഇമെയിൽ വന്നു, കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് ബീൻ സെലക്റ്റഡ് എന്ന്. സോ it is also a miracle that the Lord has done in my life, and I thank you all for praying for us. ഇപ്പോൾ പ്രോസസ്സ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇന്ന് വിസാന് വേണ്ടി ഇന്നലെ വിസാന് വേണ്ടി പേപ്പേഴ്സ് സൈൻ ചെയ്ത് അയച്ചു. പ്ലീസ് കണ്ടിന്യൂ പ്രേയിങ് ഫോർ us. ഞാൻ ഫിനിഷ് ചെയ്യുന്ന മുൻപ് ഞാനൊരു വാക്യം വായിക്കാനാണ്, വിച്ച് ഇസ് ബീൻ ഓൾവേസ് എ ഗ്രേറ്റ് സപ്പോർട്ട് ടു മീ. ഐ ജസ്റ്റ് വാണ്ട് ടു റീഡ് എ വേഴ്സ്. Habakkuk 3:16 onwards. I hear these things and my body trembles. My lip tremble when I hear the war sound. My bones feel weak and my legs shake. But I will wait patiently for the day of disaster that will come to the people who attack us. Fig trees may not grow figs, and there may be no grapes on the vines. There may be no olives growing, no food growing in the fields, and there may be no sheep in the pen and no cattle in the barns. But I will still be glad in the Lord. I will rejoice in God, my Savior. The Lord God is my strength. He makes me like a deer that does not stumble, so I can walk on the steep mountains. Praise the Lord. Thank you all for your prayers. Amen. 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 You. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇന്ന് Thank you, Jesus. ഇന്ന് പുള്ളിക്കാരിയുടെ ബർത്ത്ഡേ ആണ്. Praise. അപ്പോൾ ഒരു സാക്ഷ്യം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ Happy വിശ്വസിക്കുന്നു. birthday. Happy birthday. Happy birthday. Thank you. पार्टी तो चाहिए. പാർട്ടി ചേച്ചി. ഉണ്ട് വരുവാണെങ്കിൽ ബിരിയാണി അടുപ്പിലുണ്ട്. ഇപ്പൊ ഇറങ്ങാം. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു. പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഞങ്ങളെ നടത്തിയ വിധങ്ങളെക്കുറിച്ചാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുള്ളിക്കാരി പറഞ്ഞു, OIT-യുടെ കാര്യം ഞങ്ങൾ എഴുതണമെന്ന് തീരുമാനിച്ചതല്ല, വേറൊരാൾ ഞങ്ങൾക്ക് വേണ്ടി ഫീസ് പേ ചെയ്തു. പിന്നെ പഠിക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പോയി OIT പഠിച്ചു, എക്സാം എഴുതി, അത് കിട്ടി. അതിനുശേഷം ന്യൂസിലാൻഡിൽ പോകേണ്ടതായിട്ട് വന്നു എക്സാം എഴുതാൻ, വേറൊരു എക്സാം. അതിനവിടെ ചെന്നപ്പം ആദ്യത്തെ 60 പേര് എഴുതുന്നതിൽ 2 പേരൊക്കെ ജയിക്കുന്നുള്ളൂ, 3 പേര് 2 പേര് അങ്ങനെ ഞങ്ങളുടെ ചർച്ചയിൽ നിന്നും ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ദൈവകൃപയാൽ ആ എക്സാമിൽ ആകെ 2 പേരെ പാസ്സായുള്ളൂ. അതിലൊരാൾ പ്രിൻസി ആയിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്നു, ദൈവം സഹായിച്ചു. തുടർന്നും ദൈവത്തിൻ്റെ വഴികൾ ഞങ്ങൾക്ക് വേണ്ടി വാതിലുകളൊക്കെ തുറക്കുന്നു. കഴിഞ്ഞ ആഴ്ചയും ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ
ദൈവിക വിടുതലിന് വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിച്ചു. ആമേൻ. ദൈവം നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് പോലെ എൻ്റെ ജീവിതത്തിലും ഒരു അത്ഭുതം ദൈവം ചെയ്തു. അത്ഭുതം കേൾക്കാൻ താല്പര്യമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഒന്ന് കുലുങ്ങട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ 2 ആഴ്ചക്കാലം ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് ഞാൻ അങ്ങനെ പൊതുവെ ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു പറയുന്ന ആളല്ല. ഒരു നല്ലൊരു എമൗണ്ട് ഏകദേശം $13.5 ഓസ്ട്രേലിയൻ ഡോളർ ഞങ്ങൾക്ക് വേണ്ടിയിരുന്നു ഞങ്ങളുടെ വിസയുടെ PR പ്രോസസ്സ് ചെയ്യാൻ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച ഞങ്ങൾക്ക് അതിൻ്റെ മെയിൽ വന്നു, നിങ്ങളുടെ PR അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്, അതിനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ക്രമീകരിക്കണം. അത് കിട്ടിയ സമയത്ത് എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നൊരു വാക്യം, മദ്ദലക്കാരത്തി മറിയയും മറ്റുള്ള ഒരു മറിയയും കൂടെ ആഴ്ചവട്ടൻ്റെ 1-ാം നാൾ യേശുവിൻ്റെ കല്ലറയ്ക്കലേക്ക് പോകുന്ന സമയത്ത് പറഞ്ഞൊരു വാക്യമാണ്, ഈ കല്ല് ആരുരുട്ടി മാറ്റും, ഈ കല്ല് ആരുരുട്ടി മാറ്റും. ഞാൻ ആ വാക്യം കുറേ പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വീട്ടിൻ്റെ അകത്തൂടെ നടന്നു. അതിനുശേഷം റെഡിയായി സ്കൂളിൽ പോയി സമയം കിട്ടിയപ്പോൾ ഞാൻ ഈ വാക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഞാൻ തപ്പി. ഇത് പറഞ്ഞിരിക്കുന്ന മർക്കോസിൻ്റെ സുവിശേഷം അവസാനത്തെ അധ്യായത്തിലാണ്. അതിനുശേഷം മറ്റുള്ള സുവിശേഷങ്ങളിലൂടെ ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി അവർക്ക് ഭാരമുള്ള ആ കല്ലെന്തോ ചെയ്തു, ഉരുട്ടി മാറ്റി. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവം എന്നോട് സംസാരിച്ചതാണ് എന്ത്, എനിക്കിന്ന് ഭാരമായിട്ടിരിക്കുന്ന ഈ $13,500, അതൊരു ഹ്യൂജ് എമൗണ്ടാ, ലക്ഷങ്ങളാ. അതാര് ഇറങ്ങി വരും? ദൈവത്തിൻ്റെ ദൂതൻ എനിക്ക് വേണ്ടി ഇറങ്ങി വരും. ഞാനതങ്ങനെ വിശ്വസിച്ചു. ഒരു ദിവസം വിശ്വസിച്ചു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നാമമഹത്വത്തിനായിട്ട് പറയട്ടെ, 10 ലക്ഷം രൂപ ഒരാൾ ഞങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഞങ്ങൾക്ക് തന്നു. ആമേൻ. എങ്ങനെ ആര് കല്ലുരുട്ടി മാറ്റുമെന്ന് വിചാരിച്ചു. പക്ഷേ Lord, praise Lord, ഞാൻ stop. അന്നേരം തന്ന ആളോട് പറഞ്ഞു, ഓ അച്ഛാ, നിങ്ങൾ ഈ തരുന്ന എത്ര രൂപയാണെന്നറിയാവോ? പുള്ളി പറഞ്ഞ് തരുന്ന എനിക്കറിയത്തില്ലേ. ഞാൻ പറഞ്ഞു, ഇതൊന്ന് തിരിച്ചു തരാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല, കാര്യം ഇതൊക്കെ ഹ്യൂജ് എമൗണ്ടാണ്, ചിലപ്പം വർഷങ്ങളെടുക്കും. പുള്ളി പറഞ്ഞു, ആദ്യം നിങ്ങളൊന്ന് ഓസ്ട്രേലിയ ചൊല്ല്, ഒന്ന് കാല് കുത്ത്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ഞാൻ പറഞ്ഞു, അങ്ങനെ ആലോചിക്കാൻ പറഞ്ഞാലും എൻ്റെ ഒരു മനസ്സമാധാനം. പുള്ളി പറഞ്ഞു, അതൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം, നിങ്ങൾ പോ, നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾക്ക് ആവശ്യം. അപ്പം ഞാൻ പലപ്പോഴും പല ദൈവദാസന്മാരും സ്റ്റേജിൽ നിന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്ക് 5 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, ദൈവം 5 ലക്ഷം തന്നു. 10 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു, ദൈവം 10 തന്നു. 20 കടമുണ്ടായിരുന്നു, 20 എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇത് കേട്ടോണ്ടിരിക്കും, ഞാൻ ആലോചിക്കും, ദൈവം ഒരു 10,000 പോലും നമുക്ക് കിട്ടുന്നില്ലല്ലോ. നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല, ഇന്ന് ചിന്തിക്കുന്നവരുണ്ടോയെന്നും എനിക്കറിയത്തില്ല. പക്ഷെ ദൈവം എന്നെ കഴിഞ്ഞ വ്യാഴാഴ്ച പഠിപ്പിച്ചൊരു പാഠമാണ്. എന്താണെന്നറിയാമോ? അതൊക്കെ നമ്മളിരുന്ന് ആലോചിക്കും, ഈ 10,000 കിട്ടിയില്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ നമ്മുടെ മുമ്പിൽ എന്തോ ചെയ്യാം, സർവ് ചെയ്യാനുള്ള കാര്യമുണ്ട്. പക്ഷെ എവിടെയാണോ ആവശ്യം, എവിടെയാണോ ബലഹീനത, എവിടെയാണോ റിയലി നീഡ്, അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, കൃപ ഇറങ്ങി വരും എന്നെനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് പ്രിൻസിയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ടാണ് പുള്ളിക്കാരി ഞാൻ പറഞ്ഞു, ഇടാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടരുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ സാക്ഷി പറയാൻ ഇപ്പം ഉറങ്ങുമായിരുന്നു, എഴുന്നേറ്റ് വന്ന് റെഡിയായിട്ട് നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറഞ്ഞത്. എങ്കിലും ദൈവം എല്ലാവരെയും കരുതുന്ന കാക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, നമ്മൾ വിശ്വസിക്കുന്ന ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവരാണ്. അങ്ങനെ ഒരു അത്ഭുതമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം തന്നു, ദൈവം തന്നു, ദൈവം നടത്തും, ദൈവം നടത്തും. 2023 ന്യൂ ഇയർ തുടങ്ങിയപ്പോൾ ദൈവം എന്നോട് സംസാരിച്ച ഒരു വാക്കാണ്, ഞാൻ നിന്നെക്കുറിച്ച് എൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും എന്ന് പറയുന്നത് പോലെ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്ന, കാക്കുന്ന, ഇന്നും എനിക്ക് വേണ്ടി ഒരു $1,500 ഓസ്ട്രേലിയൻ ഡോളർ, ആ നല്ലൊരു എമൗണ്ടാണ്. ഈ എന്ന് പറയുമ്പം നമ്മുടെ $1 ഒരു 50 വെച്ചൊന്ന് കൂട്ടി നോക്ക്, അപ്പം അറിയാം എത്ര വരുമെന്ന്. അത്രയും ഒരാൾ ഇന്ന് ഞങ്ങളുടെ ഏജന്റ് ഫീ കൊടുത്തതേ ഉള്ളൂ. അതൊക്കെ ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അത് എനിക്ക് പുകഴാനൊന്നുമില്ല. ഐ ഹംബിൾ മൈസെൽഫ്. ഞാൻ ദൈവത്തിന് മുമ്പാകെ എന്നെ തന്നെ താഴ്ത്തുകയാണ്. ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കുന്നത് കൊണ്ട്, ദൈവം ഞങ്ങളെക്കുറിച്ച് തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ കൃപ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്
ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്ന് നമ്മൾ യോവലിൻ്റെ പുസ്തകത്തിലോട്ടൊന്ന് പോയി അവിടെ നിന്ന് നമ്മൾ തിരിച്ചു വരികയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യം 27-ാം വാക്യത്തിലാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യമാണ് നമ്മൾ ചിന്തിച്ചത്, അല്ലേ? അവിടെ അതെ. മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യം വന്നപ്പോഴത്തേക്കിനും മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്നാണ് ദൈവവചനം പറയുന്നത്. നിലത്തെ പൊടിയിൽ നിന്ന്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടായിരിക്കും ദൈവം പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത്? 2-ാം അധ്യായം 7-ാം വാക്യമാണ്. എന്തുകൊണ്ടായിരിക്കും മനുഷ്യനെ ദൈവം പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചത്? വൈ ഗോഡ് ക്രിയേറ്റഡ് ഹിം ഫ്രം ദ ഡസ്റ്റ്? എന്തുകൊണ്ടായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? ബാക്കിയുള്ള ദൂതന്മാരെയൊക്കെ ദൈവം ഒരുപക്ഷെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ പറയുന്നത്, ലൂസിഫറിനെയൊക്കെ പറ്റി പറയുന്നത് അവൻ ചിറകുകൾ വിരിക്കുമ്പോൾ എന്തുവായിരുന്നു എന്നാ? രത്നങ്ങൾ ഉണ്ടാക്കും. മ്യൂസിക്കൽ സൗണ്ട്. മ്യൂസിക്കൽ സൗണ്ട്. ആ റെഫറൻസ് എവിടാന്നറിയാമോ? അങ്ങനെ അത്ര മനോഹരമായിട്ടാണ് എല്ലാത്തിനെയും സൃഷ്ടിച്ചത്. ബാക്കിയുള്ള എല്ലാ ജീവജാലങ്ങളെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, ഉണ്ടായി. പക്ഷെ മനുഷ്യനെ മാത്രം എന്തു ചെയ്തു? മണ്ണുകൊണ്ട് പൊടി ദൈവം സൃഷ്ടിച്ചു. പൊടിയിൽ നിന്ന് ദൈവം സൃഷ്ടിച്ചുവെന്ന് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയും. ആർക്കെങ്കിലും അറിയാവോ എന്തുകൊണ്ടായിരിക്കാം ദൈവം സൃഷ്ടിച്ചതെന്ന്? 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, യഹോവയായ ദൈവം ഭൂമിയിലെ പൊടിയിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചു, അവന്റെ മൂക്കിൽ. മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ആമേൻ. ഈ പൊടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മണ്ണെന്ന് പറയുന്നത്, എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു കാര്യമല്ലേ? നമ്മളൊക്കെ എത്രയൊക്കെ സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും എത്ര തൂത്തെന്ന് പറഞ്ഞാലും പെരയ്ക്കകത്ത് എന്തുകൊണ്ട്? പൊടി. മണ്ണ് കയറും, പൊടി കയറും. സുലഭമായിട്ടുള്ളൊരു കാര്യം, എല്ലായിടത്തും ഉള്ളൊരു കാര്യം. അതുപോലെയാണ് മനുഷ്യന്റെ കാര്യം. മനുഷ്യനും ഇപ്പം നോക്കി എല്ലായിടത്തും ഉണ്ട്. പൊടി Yes. പോലെ അബ്രഹാമിനോട് പറഞ്ഞതുപോലെ പൊടി പോലെ എല്ലായിടത്തും ഉണ്ട്. ഈ പൊടി അതൊരു സാധാരണ കാര്യമാണ്, അവൈലബിൾ ആയിട്ടുള്ള കാര്യമാണ്, വില കുറഞ്ഞ കാര്യമാണ്, വില കുറഞ്ഞത്. അപ്പം നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഈ പ- ഈ പ- ദൈവവചനം സംസാരിക്കുന്ന ഞാനും നിങ്ങളും, അല്ലെങ്കിൽ ഇന്നത്തെ വലിയൊരു കാര്യം എന്നൊക്കെ പറയുന്നോട്ട് ഇലോൺ മസ്കോ അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപോ നമ്മുടെ പ്രധാനമന്ത്രിയോ പ്രൈം മിനിസ്റ്ററോ ഒക്കെ എല്ലാവരും ആരാ? പൊടിയാ. നമുക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. സാധാരണതും വില കുറഞ്ഞതുമായ ഒരു കാര്യമാണ് നമ്മളെ നിർമ്മിച്ചിരിക്കുന്നത്. ദൈവം നമ്മൾ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ആലോചിക്കണം, എന്താണെന്നറിയോ? ഞാനാരാ? ദൈവം പൊടി. എന്നെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചതാ. ദൈവം എന്നെ പൊടിയിൽ നിന്ന് പൊടിയിൽ നിന്ന് നിർമ്മിച്ചതാ. അപ്പം പൊടിയിൽ നിന്ന് നിർമ്മിച്ച നമുക്ക് എന്തെങ്കിലും പ്രശംസിപ്പാൻ കഴിയുമോ? ഇല്ല. 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 ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 19-ാം വാക്യം പറയുന്നൊരു കാര്യമുണ്ട്. നിന്നെ പൊടിയിൽ നിന്ന് എടുത്തുകൊണ്ട് നീ എന്തോ ചെയ്യും? പൊടിയിലേക്ക് മടങ്ങിപ്പോവും. അപ്പൊ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കണ്ണാടിയിൽ നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ അഹങ്കാരമൊക്കെ വരുമ്പോൾ ആലോചിച്ചോണം, നമ്മളാരാ? പൊടി. പൊടി. നമ്മൾ ഇച്ചിരി ദേഷ്യത്തിലൊക്കെ സംസാരിക്കുമ്പോൾ ആലോചിച്ചോണം, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരെക്കാൾ ഒരു ഇച്ചിരി നമ്മൾ വലുതാണെന്ന് ആലോചിക്കുമ്പോൾ ഒന്ന് ചിന്ത വന്ന ഉടനെ ആലോചിച്ചോണം, നമ്മളാരാ? പൊടിയാ. പൊടിയാ. ദൈവം എന്നെ എവിടുന്നാണ് സൃഷ്ടിച്ചത്? പൊടിയിൽ നിന്ന്. പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇപ്പൊ ഞാൻ ആരാണ്? പൊടിയാണ്. എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആരാണ്? പൊടി. പൊടിയാ. പൊടിയാ. അപ്പൊ നമ്മളെല്ലാം ആരാണ്? പൊടിയാ. പൊടിയാ. ദൈവം മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ പൊടി കൊണ്ട് സൃഷ്ടിച്ചവരാ. അപ്പൊ ഇതെപ്പോഴും നമ്മുടെ മനസ്സിലിരിക്കണം. ഏത്? ഈ ഒരു കാര്യം, ദൈവം നമ്മളെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. ഈ പൊടിയെ സംബന്ധിച്ച് പ്രശംസിക്കാനൊന്നുമില്ല. എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിലും ഈ വിനയവും താഴ്മയും സൗമ്യതയും ഒക്കെ നമുക്ക് എന്താ വേണം? വേണം. 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 സൗമ്യത ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്, വിനയമില്ലാത്തതിൻ്റെ കുഴപ്പമാണ്, അഹങ്കാരം വന്നു പോയതിൻ്റെ കുഴപ്പമാണ് ആർക്ക് സംഭവിച്ചത്? ലൂസിഫറിന് സംഭവിച്ചത്. ഞാൻ അത്യുന്നതനോട് സമനാകും, എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും, എൻ്റെ കൂടെ കുറച്ച് ആൾക്കാരുണ്ട്, എനിക്ക് കുറച്ച് സൗന്ദര്യമുണ്ട്, ഞാനില്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല, അല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആലോചിച്ചോണം, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെയോ നമ്മൾ വേറെ ആയിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ.
അങ്ങനെയെങ്കിൽ ആമേൻ. പൊടിയായ നമ്മളെ ദൈവം ഇത്രത്തോളം കരുതുന്നത്, ഹല്ലേലൂയ. ഹല്ലേലൂയ, കരുതുന്നത് ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പിന്നെ ഈ പൊടിക്ക് എങ്ങനാ ഒരിച്ചിരി വാല്യം വന്നതെന്നറിയാവോ? ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ മൂക്കിലൂതി അത് നമ്മുടെ ജീവനായപ്പോഴാണ്. നമുക്കറിയാം, അച്ചാച്ചനോടും ഒക്കെ ഭയങ്കര സ്നേഹമായിരിക്കും. പക്ഷെ മരിച്ചൊരു 2 ദിവസം കഴിഞ്ഞാലോ പിന്നെ വീട്ടിൽ വെക്കുവോ? ഇല്ല. ഇല്ല. നമ്മളെന്തോ ചെയ്യും? കുഴിച്ചിടും. മറവ് ചെയ്യും. ആ എങ്കിൽ പിന്നെ അച്ചാച്ചനോട് സ്നേഹമാണെന്ന് പറഞ്ഞ ഒരാഴ്ച വീട്ടിൽ വെക്കുവോ? ഇല്ല. ആ അപ്പൊ ഈ സ്നേഹമൊക്കെ പോവും. അപ്പം എന്ത് ഈ ശ്വാസം നമ്മുടെ ജീവിതം ഉള്ളിടത്തോളം കാലമേ നമുക്കൊരു ഈ വിലയുണ്ട്. ആൽവിൻ എന്ന് പറയുന്ന വ്യക്തി ഉള്ളൂ. അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനും ഒക്കെ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എങ്ങനെ വിശേഷത ഉള്ളവരാവുന്നതെന്ന് ചോദിച്ചാൽ, ദൈവം നമുക്ക് നൽകിയ ഈ ശ്വാസം ദൈവം നമുക്ക് ഒരു ദിവസം കൂടെ തന്നതുകൊണ്ടാണ്. അപ്പൊ ഈ ഉൽപ്പത്തി പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദൈവം നമ്മളെ പൊടി കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചു. നമ്മൾ ആരും ശ്രേഷ്ഠതയുള്ളവരല്ല. ഈ ലോകത്തിലെ ഒരു വിലയില്ലാത്ത സംഭവമാണ് ഈ പൊടി. ആമേൻ. അതല്ലേ വീട്ടിൻ്റെ അകത്ത് പൊടി കയറുമ്പോൾ നമ്മൾ എന്തോ ചെയ്യും? തൂത്ത് വെളിക്കളയുന്നത്. നമ്മളെ ചവിട്ടി നടക്കാൻ ഉപയോഗിക്കുന്നതാണ്. അത്രയ്ക്കേ ഉള്ളൂ ഞാനും നിങ്ങളും ഒക്കെ. പക്ഷെ നമ്മൾ എന്താണ് ഇച്ചിരി സവിശേഷത ഉള്ളവരായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ ശ്വാസം നമ്മുടെ മൂക്കിലൂടെ കയറിയപ്പോൾ നമുക്ക് ജീവനുണ്ടായി. നമ്മൾ അങ്ങനെ ഒരു ജീവനുള്ള ദേഹിയായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പലപ്പോഴും തോന്നും, എനിക്ക് എന്തൊക്കെയോ ചെയ്യാൻ പറ്റും, എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോടും നിങ്ങളോടും പറയുന്നൊരു കാര്യമുണ്ട്. മക്കളെ, നമ്മളൊക്കെ ആരാ? പൊടിയാ. ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ ഈ ശ്വാസം നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ നമുക്കത് ജീവൻ നൽകി. ദൈവത്തിൻ്റെ ശ്വാസം കൊണ്ടാണ് മനുഷ്യൻ ദൈവാത്മാവുമായി വന്നത്. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ആദ്യം തന്നെ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഈ നമസ്കാരം. പൊടി കൊണ്ട് നമ്മളെ സൃഷ്ടിച്ചതുകൊണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. ഇല്ല, നിങ്ങളിൽ ഒരാളെ ദൈവം സ്വർണം കൊണ്ടാണ് സൃഷ്ടിച്ചെന്ന് വെച്ചു. ഇല്ല, വേറൊരാളെ ദൈവം വെള്ളി കൊണ്ടാണ് സൃഷ്ടിച്ചെന്ന് വെച്ചു. ഇല്ല, വേറൊരാളെ ദൈവം രത്നങ്ങൾ കൊണ്ടാണ് സൃഷ്ടിച്ചെന്ന് വയ്ക്കും. അപ്പം നമുക്ക് എന്താ വന്നേനെ? അസൂയ. അഹങ്കാരം വന്നേനെ. നമ്മൾ പറയും, ദൈവം എന്നെ വജ്രം കൊണ്ടാണ്, ഡയമണ്ട് കൊണ്ടാണ് സൃഷ്ടിച്ചത്. അപ്പം വേറൊരാൾ പറയും, എന്നെ ദൈവം സൃഷ്ടിച്ചത് സ്വർണം കൊണ്ടാണ്. വേറൊരാൾ പറയും, വെള്ളി കൊണ്ടാണ്, ഇരുമ്പ് കൊണ്ടാണ്. ഇങ്ങനെയൊക്കെ. അങ്ങനൊന്നുമില്ലാതെ എല്ലാവരെയും ദൈവം സൃഷ്ടിച്ചത് എന്തുകൊണ്ടാണ്? പൊടി കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഏറ്റവും വിനയപ്പെടേണ്ടവരാ, നമ്മൾ ഏറ്റവും താഴ്മപ്പെടേണ്ടവരാ. കാര്യം ദൈവം നമ്മളെ ഈ പൊടി കൊണ്ടാണ് സൃഷ്ടിച്ചത്. പിന്നെ നമ്മളിൽ ഈ ജീവശ്വാസം ഉള്ളത് കൊണ്ടാണ് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ നമുക്ക് ദൈവം ജീവിതം നൽകിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7-ാം വാക്യം. 2 കൊരിന്ത്യർ 4:7. അറിയാവുന്നതാണല്ലോ. 2 Corinthians chapter 4 verse 7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത്. ആമേൻ. ആമേൻ. മതി. ഇവിടെ കാണുന്ന മൺപാത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം. അപ്പോൾ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ട്, ദൈവം നമ്മളെ തെരഞ്ഞെടുത്തുകൊണ്ട് ദൈവം എന്തോ നൽകിയെന്നറിയാവോ? ഈ മൺപാത്രത്തിൻ്റെ അകത്ത് എന്തോ പകർന്നു? അത്യന്ത ദൈവത്തിന്റെ ശക്തി. അത്യന്ത ശക്തി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പറയുന്ന മറ്റൊരു പേരാണെന്ത്? അത്യന്ത ശക്തി. അത്യന്ത ശക്തി. അങ്ങനെ അത്യന്ത ശക്തി ഉള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, കാണുന്നവരെ, നമ്മൾ വിശേഷതയുള്ളവർ എങ്ങനെ ആയെന്ന് ചോദിച്ചാൽ, 1, ദൈവിക ശ്വാസം. 2, മറ്റുള്ളവരെക്കാൾ നമ്മൾ വിശേഷത എങ്ങനെ ആയെന്ന് ചോദിച്ചാൽ, ദൈവത്തിൻ്റെ അത്യന്ത ശക്തി. ഈ പൊടിയാൽ നിർമ്മിച്ച, അല്ലെങ്കിൽ ഈ കളിമണ്ണാൽ നിർമ്മിച്ച, മണ്ണാൽ നിർമ്മിച്ച നമ്മുടെ ശരീരത്തിൻ്റെ മേലെന്തോ ചെയ്തു? ശരീരത്തിൻ്റെ ഉള്ളിൽ ദൈവം പറ്റുന്നു. അപ്പോൾ എങ്കിൽ നമ്മൾ ആലോചിക്കണം. ഇന്ന് അതാണ് ഐ ഹംബിൾ മൈസെൽഫ്. എൻ്റെ മേലെ അത്യന്ത ശക്തി പകർന്നതുകൊണ്ട് മാത്രമാണ്
നിങ്ങളുടെ മുമ്പാകെ ഇങ്ങനെ ദൈവവചനം സംസാരിപ്പാൻ ദൈവം എന്നെ സഹായിച്ചത്. നിങ്ങളുടെ ഉള്ളിൽ ആ അത്യന്ത ശക്തി ഉള്ളതുകൊണ്ടാണ് ഇന്ന് പൽക്കാലം കേൾക്കാൻ ദൈവം നിങ്ങളെ സഹായിച്ചത്. അങ്ങനെയെങ്കിൽ നമ്മൾ ഓരോ ദിവസവും എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. കർത്താവെ, ഒന്നുമില്ലാത്ത വെണ്ണീറായ പൊടിയായ എന്നെ അങ്ങ് ഇത്രത്തോളം സഹായിച്ചല്ലോ. അങ്ങയുടെ ശ്വാസം എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഒരു ദിവസം കൂടെ കാണാൻ കഴിയുന്നത്, ഒരു നേരം കൂടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നത്, ഇങ്ങനെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഇരിക്കാൻ കഴിയുന്നത്. കർത്താവെ, ഈ അത്യന്ത ശക്തി എൻ്റെ ഈ മൺകൂടാരത്തിൽ പകർന്നിരിക്കുന്നത് കൊണ്ടാണ് സ്തോത്രം. എന്ന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാൻ കഴിയണം. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യം. യോബിന്റെ പുസ്തകം 10-ാം അധ്യായം 8-9 വാക്യം. പത്തിന്റെ എത്ര മാഷ്? 8-9, 8 and 9. നിന്റെ കൈ എന്നെ ഉരുവാക്കി എന്നെ മുഴുവനും ചമച്ചു, എന്നിട്ടും നീ എന്നെ നശിപ്പിച്ചു കളയുന്നു. നീ എന്നെ കളിമണ്ണ് കൊണ്ടെന്ന പോലെ മെനഞ്ഞു എന്നോർക്കണമേ. നീ എന്നെ വീണ്ടും പൊടിയാക്കി കളയുമോ? താങ്ക് യു. സ്തോത്രം. ഇവിടെ കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ കടന്നു പോകുമ്പോൾ യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീയാണ് എന്നെ മെനഞ്ഞതെന്ന് എനിക്കറിയാം. എന്നിട്ട് ചോദിക്കുന്നൊരു ദൈവമേ, പിന്നെയും നീ എന്നെ എന്തു ചെയ്യുക? പൊടിയാക്കി കളയുമോ? പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു ചോദ്യമാണ് ദൈവത്തോടൊക്കെ ഇങ്ങനെ കഷ്ടതയിൽ കൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ. ദൈവം ഒരിക്കൽ തൻ്റെ ഒരു പ്രവാചകനായ യിരെമ്യാവിനെ ഒരു കുശവന്റെ അടുക്കലേക്ക് അയച്ച ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതേത് അധ്യായമാണെന്നറിയാമോ? യിരെമ്യാവിൻ്റെ 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അവിടെ അദ്ദേഹം ചെയ്യുന്ന, ഒന്ന് വായിക്കാമോ? യിരെമ്യാവിൻ്റെ പുസ്തകം 18-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ എങ്കിൽ നിന്നു യിരെമ്യാവിനുണ്ടായ അരുളപ്പാട് എന്തെന്നാൽ, നീ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിലേക്ക് ചെല്ലുക. അവിടെ വെച്ച് ഞാൻ നിന്നെ എന്റെ വചനങ്ങളെ കേൾപ്പിക്കും. അങ്ങനെ ഞാൻ കുശവന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവൻ ചക്രത്തിന്മേൽ വേല ചെയ്തുകൊണ്ടിരുന്നു. കുശവൻ കളിമണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം അവന്റെ കയ്യിൽ ചീത്തയായിപ്പോയി. എന്നാൽ കുശവൻ അതിനെ തനിക്ക് തോന്നിയതുപോലെ മറ്റൊരു പാത്രമാക്കി തീർത്തു. അപ്പോൾ ആമേൻ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, ഇസ്രായേൽ ഗ്രഹമേ, ഈ കുശവൻ ചെയ്തതുപോലെ എനിക്ക് നിങ്ങളോട് ചെയ്യുവാൻ കഴിയുകയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. താങ്ക് ഇസ്രായേൽ യു, താങ്ക് യു, സ്തോത്രം. താങ്ക് യു. അപ്പം നമ്മൾ ആരാണ്? പൊടിയാണ്. പൊടിയ പൊടിയായ നമ്മളെ ദൈവത്തിൻ്റെ ശ്വാസം നമ്മളിൽ തന്നിരിക്കുന്നുണ്ട്. നമുക്ക് നേരെ നിൽക്കാൻ, ജീവിക്കാൻ നമ്മുടെ ജീവനം അതാണ്. അതുകൂടാതെ ദൈവത്തിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ ദൈവമാക്കി. എന്നാൽ ഈ യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ യിരെമ്യാവിനോട് ദൈവം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? ഇസ്രായേൽ മക്കളെക്കുറിച്ച് പറയുന്ന, അല്ലെങ്കിൽ അവരെ പറ്റി കാണിക്കുന്ന ഒരു കാഴ്ചയാണ്. അങ്ങനെയെങ്കിൽ ഇന്നും ദൈവത്തിന് നമ്മളോട് പറയാനുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് പലരും ദൈവത്തോട് ചോദിക്കും, കർത്താവേ, എൻ്റെ അവസ്ഥ എന്താ ഇങ്ങനെ? അതിന് ഒരേ ഒരു മറുപടിയേ ഉള്ളൂ ദൈവത്തിന്, ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുക, ഞാൻ നിന്നെ പണിതുകൊണ്ടിരിക്കുക. ഒരു കുശവൻ എങ്ങനാണോ മണ്ണ് കുഴച്ച് തനിക്ക് ഇഷ്ടമുള്ളതൊരു പാത്രത്തെ ഉണ്ടാക്കുന്നത്, അതുപോലെ ദൈവം നമ്മളെ എന്തു ചെയ്യുക? പണിതുകൊണ്ടിരിക്കുക. ഒന്നാമത്തെ പ്രാവശ്യം ഉണ്ടായപ്പം അത് ശരിയായില്ലെന്നേ. ഒരു പക്ഷേ അതിൻ്റെ കറക്റ്റ് പരുവമായിട്ടില്ലായിരിക്കാം, ഒരു ടെക്സ്ചറായിട്ടില്ലായിരിക്കാം. അതുകൊണ്ട് എന്തോ ഇത് അത് നശിച്ചു പോയി. പക്ഷെ കുശവൻ വിട്ടോ? ഇല്ല. ഇല്ല. കുശവൻ കുഴച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഈ മണ്ണാകുന്ന നമ്മൾ പലപ്പോഴും കുശവനായ ദൈവത്തോട് എന്തോ പറയും, അയ്യോ, ഇതൊന്നും സഹിക്കാൻ വയ്യേ, ഇതൊക്കെ വയ്യേ എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ ദൈവം യിരെമ്യാവിനെ പോലെ ഇന്ന് നമ്മളെ ഈ ഒരു കാഴ്ച കാണിക്കുക. എന്താണെന്നറിയാവോ? നമ്മൾ ആരാണെന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യാൻ ഇന്ന് രാത്രി ദൈവം നമ്മളോട് പറയുക. ഈ മണ്ണായ നിന്നെ ഒരു മാനപാത്രമാക്കി മാറ്റുവാൻ എനിക്ക് താല്പര്യമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിന്നെ ഒന്ന് കുഴയ്ക്കുന്നത്. ഒരു പക്ഷേ ആദ്യത്തെ പ്രാവശ്യം നീ ശരിയായില്ലെങ്കിലും നിന്നെ അങ്ങനെ വിടാൻ എനിക്ക് മനസ്സില്ലാത്തത് കൊണ്ട്, എൻ്റെ മേൽ പകർന്നിരിക്കുന്ന ആ അത്യന്ത ശക്തി, നിന്റെ മേൽ പകർന്നിരിക്കുന്ന ആ അത്യന്ത ശക്തി ഉള്ളതുകൊണ്ട് ഞാൻ നിന്നെ ഒരിക്കൽ കൂടെ ഒന്ന് മോൾഡ് ചെയ്യാൻ പോയാൽ
ഞാൻ നിന്നെ ഒരിക്കൽ കൂടെ ഹാലലൂയ ഒന്ന് മാറ്റി ഇരിക്കാൻ പോകുകയാണ്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവർ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്ന അവസ്ഥയിൽ വേദനയുടെ, ഭാരത്തിൻ്റെ, പ്രയാസത്തിൻ്റെ, നിരാശയുടെ അവസ്ഥയിലായിരിക്കാം. അതിൻ്റെ ഉത്തരം ഇതേ ഉള്ളൂ. ദൈവം ആദ്യം ഒന്ന് പണിയാൻ ശ്രമിച്ചപ്പോൾ എന്തോ പറ്റി? ശരിയായില്ല, ചീത്തയായിപ്പോയി. ശരിയായില്ല, ശരിയായില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവർ ഇന്ന് രാത്രി നമുക്ക് ദൈവത്തോടെന്ന് പറയാൻ പറ്റും, കർത്താവേ നീ ഉദ്ദേശിക്കുന്നത് പോലെ എന്നെ എന്തോ ചെയ്യണം? പണിയണം. മെനഞ്ഞ ഒന്നാക്കണം, ഒന്നാക്കണം. ഇന്നങ്ങനെ ഒന്ന് പറയാൻ പറ്റുമോ? ഈ ഇരിക്കുന്ന സമയത്തൊന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, പൊടിയാകുന്ന എന്നെ എനിക്കറിയാം, അങ്ങേക്കൊരു മാനപാത്രമാക്കി മാറ്റാൻ അങ്ങേക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ, അങ്ങേക്ക് താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം. കർത്താവെ, പലപ്പോഴും അങ്ങ് ഇത് പണിയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 64 അധ്യായം 8 വാക്യത്തിൽ പറയുന്നതാണ്, നീ ഞങ്ങളുടെ പിതാവും ഞങ്ങളുടെ കുശവനുമാണ്, നീയാണ് ഞങ്ങളെ മെനയുന്നവൻ. യെശയ്യാവ് 64 8 വാക്യം അങ്ങനെ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കും പറയാം, കർത്താവെ നീയാണ് ഞങ്ങളുടെ പിതാവ്, നീയാണ് ഞങ്ങളുടെ കുശവൻ. ഞങ്ങൾ മണ്ണാണ്, ഞങ്ങൾ കളിമണ്ണാണ്, ഞങ്ങൾക്ക് പുകഴാനൊന്നുമില്ല, ഞങ്ങൾക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അങ്ങ് മനുഷ്യനെ പൊടി കൊണ്ട് സൃഷ്ടിച്ചതാണെന്ന് ഞങ്ങൾക്കറിയുന്നു. ഇന്ന് അങ്ങ് തീരുമാനിച്ചാലേ അങ്ങക്ക് മാത്രമേ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വിലയുള്ളവരായി മാറണമെന്ന് ദൈവം തീരുമാനിച്ചാൽ, ദൈവം ഉയർത്തിയാൽ മാത്രമേ ഒരു യഥാർത്ഥ ഉയർച്ചയുള്ളൂ. പ്രിയമുള്ളവരെ, ഇല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ചയില്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് പകൽക്കാലം ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിമിഷം നമുക്ക് അല്പസമയം ദൈവത്തിന് മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പറയാം, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ ഞാൻ പല കാര്യങ്ങൾ ചിന്തിച്ചു പോയി. എൻ്റെ ജീവിതത്തിൽ അഹങ്കാരം വന്നിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുക. അങ്ങനെ പൊടിയിൽ നിന്നാണ് നിർമ്മിച്ചത്. എന്നെ മാത്രമല്ല, ഞാൻ കാണുന്ന ലോകത്തിലുള്ള എല്ലാവരും. പലപ്പോഴും അവരെക്കാളൊക്കെ ഞാൻ ശ്രേഷ്ഠനാണെന്ന് ഞാൻ നിരൂപിച്ചു, ഞാൻ നനച്ചു. അതെന്നോട് ക്ഷമിക്കണമേ, അതെന്നോട് ക്ഷമിക്കണമേ. ഒന്നുമില്ലാത്ത, ഒരു വിലയില്ലാത്ത ഒരു കാര്യം കൊണ്ട് അങ്ങ് എന്നെ സൃഷ്ടിച്ച് എൻ്റെ ഉള്ളിൽ കർത്താവെ അങ്ങയുടെ ശ്വാസം ഊതിയത് കൊണ്ട് എൻ്റെ മേൽ കർത്താവെ എൻ്റെ ഉള്ളിൽ ഈ മൺകൂടാരത്തിൽ അങ്ങയുടെ അത്യന്ത ശക്തി പകർന്നത് കൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒരു വിലയുള്ളത്. ഇന്ന് തൽക്കാലം അത് ഞാൻ തിരിച്ചറിയുന്നു. അല്ലാതെ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല. അങ്ങയുടെ കൃപയൊന്നും മാത്രമാണ്, അങ്ങയുടെ ദയൊന്നും മാത്രമാണ്. ഇന്ന് തൽക്കാലം ആ കുശവനാകുന്ന അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ എന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുക എന്ന് പറഞ്ഞാട്ടെ. കർത്താവെ, എനിക്കറിയാം കർത്താവെ, അങ്ങയ്ക്ക് പണിയാൻ തക്കവണ്ണം എന്നെ ഒന്നും മെരുക്കണമെന്ന് നമുക്ക് പറയാം. പലപ്പോഴും നമ്മൾ മെരുങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഓസ്ട്രേലിയക്ക് പോകാനുള്ള കാര്യമൊക്കെ ശരിയായി. ഒരു കഴിഞ്ഞ വർഷം അതിന് മുമ്പത്തെ വർഷമൊക്കെ എന്നോട് ആൾക്കാരൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നമുക്ക് ആലോചിക്കാം. ഇവിടുന്ന് പോകുന്ന കാര്യം എന്നെ സംബന്ധിച്ച് ഭയങ്കര കംഫർട്ടബിളായിട്ടുള്ള ഒരു ലൈഫ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ദൈവം സഹായിച്ച് നല്ലൊരു ചർച്ച്, ഞങ്ങളെ സ്നേഹിക്കുന്ന ജീവന തുല്യം സ്നേഹിക്കുന്ന വിശ്വാസികൾ, പിന്നെ രണ്ടുപേർക്കും ജോലി, കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ പലപ്പോഴും കർത്താവിനോട് ചോദിച്ചു, കർത്താവേ നിനക്ക് വല്ല തെറ്റും പറ്റിയോ എന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കർത്താവിനോട് ചോദിക്കും. അങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നെ ചെറുതായിട്ടൊന്ന് തൊട്ടു. എനിക്കൊരു മരണഭീതി വന്നു. ഞാൻ ഓരോ ദിവസം വിചാരിക്കാൻ തുടങ്ങി, ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യമാണ്, കിടന്ന നാളെ എണ്ണിക്കുമോ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ലാത്ത കൂട്ടൊരു ഭീതി. അപ്പം ഞാൻ യാത്രയൊക്കെ ചെയ്യുമ്പോഴേക്കും മക്കളോട് പറഞ്ഞിടാ, മക്കളെ, അമ്മ പറയുന്നതൊക്കെ കേട്ടോണം കേട്ടോ. പെൺപിള്ളയോടും ഇടയ്ക്ക് പറയാതെ ഞാൻ പറഞ്ഞു, നീ കാര്യങ്ങളൊക്കെ, ഈ ബൈബിളിലൊരു വാക്യമുണ്ടല്ലോ, യഹോശഫാത്തിനോട് പറഞ്ഞു വിട്ടു, നിൻ്റെ ഗ്രഹകാര്യമൊക്കെ ക്രമപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഗ്രഹകാര്യമൊക്കെ പതുക്കെ ക്രമപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ജീവിതത്തിലും ചെറിയൊരു ഇതൊക്കെ വന്ന്, കർത്താവേ ഇത്ര ചെറുപ്പത്തിലേക്ക് പോകേണ്ടി വരുമോ? ഇനിയും ഹല്ലേലൂയ മാസികയിലൊക്കെ ചിലപ്പോൾ വരും, ചെറുപ്പക്കാരനായ ഒരു മിഷണറി സൗത്ത് ആഫ്രിക്കയിൽ എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ അതൊക്കെ ആലോചിച്ച് പലപ്പോഴും. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയാണ്, വളരെ പ്രാർത്ഥിക്കുന്ന ആത്മീയമായ ഒരു മാതാവ്. ഞങ്ങൾ അമ്മച്ചിയോട് പറഞ്ഞ്, മിക്കവാറും തട്ടിപ്പോകുന്ന കോള, എന്താണെന്നറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞു. അമ്മച്ചി പറഞ്ഞേടാ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നീ തട്ടിപ്പോയാലും പിറ്റേ ദിവസം രാവിലെ നേരം വെളുക്കും,
നിന്റെ ഭാര്യ ഒരു 2 മാസം മാക്സിമം കരഞ്ഞിരിക്കും. അതിനുശേഷം കുഞ്ഞുങ്ങളെ നോക്കുന്നതുകൊണ്ട് അവള് ജോലിക്ക് പോകും. കുഞ്ഞുങ്ങൾ ദൈവം നോക്കും, അവർ വളർന്നോളും. അത് കേട്ടപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു ചൈതന്യം വന്നു. അപ്പം ഞാൻ പിന്നെയും ദൈവസന്നിധിയിൽ നിന്ന് ഞാൻ പറഞ്ഞ, കർത്താവേ, നിന്റെ ഹിതം പോലെ എന്നെ അങ്ങ് ആക്ക്. എനിക്കിനി ഒന്നും വേണ്ട. ഞാനെല്ലാം നിന്റെ കരുത്തിലേക്ക് സമർപ്പിക്കുക. ഇനി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വിട്ടുപോയി ഇന്ത്യയിൽ പോകണോ? ഐ ആം റെഡി. ഞാൻ പോകാൻ റെഡിയാ. ഇല്ല, വേറെ എവിടെയെങ്കിലും ആണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ഞാൻ പോകാൻ റെഡിയാ. അങ്ങനെ ഞാൻ ദൈവകരങ്ങളിലേക്ക് എന്നെ കൊടുത്തു. ആ മരണഭയം അല്ലെങ്കിൽ ആ മരണത്തിൻ്റെ ഇത് എന്നെ വിട്ടുമാറി. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പലപ്പോഴും ദൈവം നമ്മളെ ഉണ്ടല്ലോ ഒന്ന് പണിയാൻ നോക്കുമ്പോൾ നമ്മൾ ഈ കുശവൻ്റെ കയ്യിൽ നിന്നൊക്കെ വഴുതി പോകുന്നത് കാര്യം എന്താണെന്നറിയോ? നമ്മൾ എന്തൊക്കെയാണെന്ന് നമുക്കങ്ങ് തോന്നി. നമ്മുടെ ഒരു കംഫർട്ട് സോണിലാണെങ്കിൽ നമ്മൾ പലപ്പോഴും കുശവൻ്റെ കൈക്ക് മെരുകത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ഇന്ന് പൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുപക്ഷെ ഒരു രോഗമായിരിക്കാം, ഇല്ലെങ്കിൽ ഒരു ഭാരമായിരിക്കാം, ഇല്ലെങ്കിൽ കുടുംബത്തിലെ അവസ്ഥയായിരിക്കാം. ദൈവം തന്നത്, ദൈവം വരുത്തി വെച്ചത്, അതെത്ര ശാസിച്ചാലും മാറത്തില്ല കേട്ടോ. അതെത്ര ഉപസിച്ചാലും പോകത്തില്ല കേട്ടോ. അതിന് ഒരേ ഒരു പ്രതിവിധിയുള്ളൂ: ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് ചോദിക്കുക. അങ്ങനെ ദൈവം വരുത്തി വെച്ചതും ദൈവം ചെയ്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ടു. ദൈവത്തിൻ്റെ സൈന്യമായ വെട്ടിലും വെട്ടിക്കിളിയും തുള്ളനും പച്ചപ്പുഴും ഒരു ദേശത്തെ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ദൈവം പറയുകയാണ്, ഇതും മാറണമെങ്കിൽ നിങ്ങളെന്തോ ചെയ്യണം? അനുദപിച്ച് എങ്കിലേക്ക് വരണം. നമുക്കറിയാം, ബൈബിളിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. പ്രോസ്പെറിറ്റി പ്രീച്ചേഴ്സ് എല്ലാം സ്റ്റേജിൽ കയറിയ പ്രസംഗിക്കുന്നത് നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. ശരിയാ, അനുഗ്രഹിക്കും. അതിനൊരു ഡൗട്ടും ഇല്ല. അതിന് ഉത്തമ ഉദാഹരണമാണ് ഞങ്ങളുടെ സഭ. ഞങ്ങളുടെ സഭയിൽ ഞാനൊരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വിശ്വാസികൾക്കൊന്നും താല്പര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ സഭയിൽ കൂടുന്നവർക്കെല്ലാം സ്വന്തമായിട്ടൊരു വീട് കൊടുക്കണം. അപ്പോൾ എല്ലാവരും ചോദിച്ചു, പാസ്റ്റർ ഏത് ആവശ്യമാണ്? ഞാൻ പറഞ്ഞ, ഒരു ബേസിക് ആവശ്യമാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക്, കിട്ടും. അന്ന് ഞങ്ങളുടെ സഭയിൽ 5 കുടുംബമേ ഉണ്ടായിരുന്നുള്ളൂ. 5 പേർക്കും, എല്ലാം ഇന്ത്യക്കാരാ, സ്വന്തമായിട്ട് ദൈവം വീട് കൊടുത്തു. അതിന് മുമ്പുള്ള ആദ്യത്തെ ഒരു പ്രാർത്ഥനയായിരുന്നു എല്ലാവർക്കും സ്വന്തമായിട്ടൊരു വണ്ടി കൊടുക്കണം. കാര്യം ഒരു കുടുംബമുണ്ട് 350 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് വരുന്നത്. അവരുടെ വണ്ടി കേടായി. ഒരിക്കൽ ന്യൂ ഇയറിന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററെ, വരണമെന്ന് താല്പര്യമുണ്ട്, പക്ഷേ ഇത്രയും ദൂരം ഓടിക്കാൻ പറ്റുന്നൊരു വണ്ടിയില്ല. ഞങ്ങളങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്വന്തമായിട്ട് എല്ലാവർക്കും വണ്ടി വേണം. ദൈവം എല്ലാവർക്കും വണ്ടി കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. അങ്ങനെ പ്രാർത്ഥിച്ച എനിക്കും ദൈവം ഒരു ബോണസ് തന്നു, പുതിയൊരു വണ്ടി ദൈവം എനിക്കും തന്നു. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവ്, ഇപ്പോൾ എല്ലാവർക്കും വണ്ടിയായി, ഇനി എല്ലാവർക്കും എന്ത് വേണം? വീട് കൊടുക്കണം. വീട് കൊടുക്കണേ കർത്താവ്, വീട് കൊടുക്കണേ. അത് റെൻ്റൊക്കെ കൊടുക്കുന്ന കാശ് എല്ലാവരും വീടിന് കൊടുത്താൽ നല്ലതായിരിക്കുമല്ലോ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ദൈവം എനിക്കും തന്നൊരു വീട് എന്ന് പറയുന്നത് പോലെ യോബ് സഹോദരന്മാർക്ക് പ്രാർത്ഥിച്ചപ്പോൾ അവരുടെ അവസ്ഥ മാറിയത് കൂട്ട് ദൈവം എൻ്റെ അവസ്ഥ മാറ്റി. ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് കിട്ടും. എങ്ങനെയാണെന്നറിയാമോ? ദൈവത്തിങ്കലേക്ക് മടങ്ങി വന്ന്. അതാണ് ദൈവം പറയുന്നത്, തൻ്റെ ജനം, എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് മടങ്ങി വന്നാൽ ഞാൻ എന്തോ ചെയ്യും? ദേശത്തിന് സൗഖ്യം വരുത്തും. അവരുടെ പ്രാർത്ഥന കേൾക്കും. ആദ്യം അവരെന്താണോ അപേക്ഷിക്കുന്നത് ഞാനതെന്തോ ചെയ്യും? കേൾക്കും. രണ്ടാം സൗഖ്യം വരുത്തും. പിന്നെന്തോ ചെയ്യും? അവരേത് കാര്യത്തിലാണോ വിടുതൽ ആവശ്യമുള്ളത് വിടുവിക്കും. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവ്, ഞാനൊന്നുമല്ല, അങ്ങയുടെ കൃപ ഉള്ളതുകൊണ്ട് മാത്രമാണ്, അങ്ങയുടെ ദയ ഉള്ളതുകൊണ്ട് മാത്രമാണ്. എല്ലാ ദിവസവും രാത്രി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, ബിക്കോസ് ഓഫ് യുവർ ഗ്രേസ് ഐ കുഡ് സീ ദ എൻഡ് ഓഫ് ദിസ് ഡേ. കർത്താവ്, അങ്ങയുടെ കൃപ ഞങ്ങളോടുകൂടെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ദിവസത്തിൻ്റെ അന്ത്യത്തിലേക്ക് കടന്നു വരുവാൻ അങ്ങ് ഞങ്ങളെ സഹായിച്ചത്. അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ആ കൃപയിൽ നമുക്കങ്ങ് ആശ്രയിക്കാം. ബലഹീനതയിൽ തികഞ്ഞു വരുന്നതാണ് ദൈവത്തിൻ്റെ കൃപ. ദൈവത്തിൻ്റെ കൃപ, ആ കൃപയിൽ മാത്രം നമുക്ക് ആശ്രയിക്കാം. നമുക്ക് ദൈവത്തോട് പറയാം, അല്ല ഞാൻ ഏതാണ്ടൊക്കെ ആണെന്നും അല്ലെങ്കിൽ ഞാനില്ലാതൊന്നും നടക്കത്തില്ലെന്നൊക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? നമ്മളെക്കാൾ ശക്തരും ഭക്തന്മാരുമായിട്ടുള്ള അനേകരും വീണുപോയ ഒരു ഭൂമിയായത്. അവർ മണ്ണോട് മണ്ണ് അടിഞ്ഞു പോയത്, അവരൊക്കെ പൊടിയായിത്തീരുന്നൊരു സ്ഥലമാണ്. അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പറയാൻ നമ്മളാരും അല്ല കേട്ടോ, നമ്മൾ വെറും പൊടിയാണ്. ദൈവം നമ്മളെ നിർമ്മിച്ചത് പൊടിയിൽ നിന്ന്.
അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ദൈവം എന്തുകൊണ്ടാണ് നമ്മളെ പൊടിയിൽ നിന്ന് നിർമ്മിച്ചതെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ ഒരേ ഒരു വാക്യമുണ്ട്, ഒരു ജഡവും അവൻ്റെ മുമ്പിൽ എന്തോ ചെയ്ത് പ്രശംസിക്കാതിരിക്കേണ്ടത്. നമ്മളെല്ലാം തുല്യരാണെന്ന് അറിയേണ്ടതിന്. അത് യൂറോപ്പിലുള്ളവരായാലും ആഫ്രിക്കയിലുള്ളവരായാലും ഏഷ്യയിലുള്ളവരായാലും മലയാളികളാണേലും കർണാടകക്കാരോ തമിഴരോ ഇനിയും ഗുജറാത്തിലോ ബോംബെയിലോ ഡൽഹിയിലോ എവിടെ ഉള്ളവരായാലും നമ്മളെല്ലാം ആരാണ്? വെറും പൊടി കൊണ്ടാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി നമുക്കും ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ വെറും പൊടിയാണ്. ഈ പൊടിയാകുന്ന എന്നെ അങ്ങയുടെ അത്യന്ത ശക്തി എന്നിൽ വ്യാപരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ എന്തെങ്കിലും ഒരു വിശേഷതയുള്ളൂ. അങ്ങനെ ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് പണിയണം. അങ്ങയുടെ ഹിതം എന്താണോ എന്നെപ്പറ്റി, അങ്ങയുടെ ഹിതം എന്താണോ എൻ്റെ കുടുംബത്തെ പറ്റി, ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണണ്ടേ? ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരണ്ടേ? ഞാൻ എപ്പോഴും ആലോചിക്കും, എൻ്റെ സാമ്പത്തിക സ്ഥിതിയൊക്കെ വെച്ച് ഇപ്പം എൻ്റെ സഹോദരന്മാരൊക്കെ വെൽ സെറ്റിലായിട്ടുള്ള ആൾക്കാരാണ്. അവരൊക്കെ പല വിദേശ രാജ്യങ്ങളിലൊക്കെയാണ്. അപ്പം ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, കർത്താവേ, ഇവരോടൊക്കെ എത്താൻ പറ്റുമെന്ന്. പക്ഷെ ഇന്ന് ദൈവം നമ്മളെ എടുത്ത് യൂസ് ചെയ്യുന്നത് ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറത്തപ്പുറത്താണ്. Praise the Lord. ഭൂഖണ്ഡങ്ങളാണ്. അപ്പം എന്നെ കേൾക്കുന്നവരെ, നമ്മൾ വിചാരിക്കും സമയം ഒരുപാട് അതിക്രമിച്ചു എന്നില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കേട്ടതുപോലെ കഴിഞ്ഞു പോയ ആണ്ടുകൾക്കും സമയങ്ങൾക്കും ഒക്കെ ദൈവത്തിന് പ്രതിഫലം തരാൻ ഒരു നിമിഷം മതി. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്നവരെ, ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്കൊരുമിച്ച് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ പൊടിയാണ്. അങ്ങനെ ഈ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചതിനായിട്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. അതുകൊണ്ട് എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല, എനിക്ക് പുകഴാനൊന്നുമില്ല. പക്ഷെ ഇന്ന് ഈ പൊടിയായ ഞാൻ, ഈ കളിമണ്ണായ ഞാൻ, കുശവനായ അങ്ങയുടെ കരങ്ങളിലേക്ക്, ഹല്ലേലൂയ. യെശയ്യാവിൻ്റെ പുസ്തകം 64 അധ്യായം 8 വാക്യം ഒന്ന് വായിക്കാമോ? ആ വാക്യം ഇവിടെ വായിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. എങ്കിലോ യഹോവേ, നീ ഞങ്ങളുടെ പിതാവ്, ഞങ്ങൾ കളിമണ്ണും നീ ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ഞങ്ങൾ മതി എല്ലാവരും സ്തോത്രം. മതി ഇവിടെ പറയാണ്, അങ്ങ് ഞങ്ങളുടെ പിതാവും ഞങ്ങൾ കളിമണ്ണും അങ്ങ് ഞങ്ങളെ മെനയുന്നവനുമാകുന്നു. ഇന്ന് രാത്രി ആർക്കത് പറയാൻ കഴിയും? കർത്താവെ, അങ്ങാണ് എൻ്റെ പിതാവ്, അങ്ങാണ് എൻ്റെ പിതാവ്. നമുക്കറിയാം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇപ്പോൾ ഒരു 10 രൂപ ഒരു കൊച്ചിൻ്റെ കൊടുത്തു. അവന് 10 രൂപ നല്ലതുകൂട്ടല്ല വിനിയോഗിച്ചെങ്കിൽ അടുത്ത പ്രാവശ്യം നമ്മളൊരു 10 രൂപ അവർക്ക് കൊടുക്കൂ? ഇല്ല. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് ഒരു കമ്പനി ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് വരുന്ന സമയത്ത് എൻ്റെ ഇൻ്റർവ്യൂ എടുക്കുക. അപ്പോൾ ചോദിക്കുന്നത്, എന്തുവാ ചെയ്യുന്നത്? അപ്പം ഞാൻ പറയുമായിരുന്നു, ഇന്ന കമ്പനി വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിന്ന് എന്തോ പറ്റി? അത് സാറേ, അവിടുന്ന് ഞാൻ കുറച്ച് കാശ് അടിച്ചു മാറ്റി, അതുകൊണ്ട് എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ എടുക്കുമോ? ഇല്ല. കാര്യം എന്താ? ഇവിടുന്ന് അടിച്ചു മാറ്റും. അവിടുന്ന് അടിച്ചു മാറ്റിയല്ലോ. ഉറപ്പായിട്ടും മാറ്റുമെന്ന് നമ്മൾ വിചാരിക്കും. അന്നേരം നമ്മൾ പേര് ലിസ്റ്റിൽ നിന്ന് മാറ്റും. എന്ന് പറയുന്നത് പോലെ ദൈവത്തിനൊരു മുന്നറിവുണ്ടെന്ന്, ദൈവത്തിന് നമ്മൾ ആരാണെന്ന് അറിയാവുന്നേ. കയ്യിലിരിപ്പ് മാറ്റാതെ, ദൈവത്തിന് വഴങ്ങാതെ, ദൈവത്തോട് എന്നെ എടുത്തൊന്ന് പണിയണേന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുമോ? അത് ജീവിതകാലം മുഴുവൻ നമ്മളങ്ങനെ പ്രാർത്ഥിച്ചാലും പറ്റത്തില്ലെന്നേ. ഇന്ന് ദൈവാത്മാവ് പിന്നെ അതെന്നെ ഓർമ്മിപ്പിക്കുക. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഞാൻ പൊടിയാ, അങ്ങ് മെനയാതെ എനിക്ക് പറ്റത്തില്ല, അങ്ങ് എന്നെ വാർത്തെടുക്കാതെ പറ്റത്തില്ല. അങ്ങാണ് എൻ്റെ പിതാവ്, അങ്ങാണ് എൻ്റെ കുശവൻ. എൻ്റെ ചിന്തകളും എൻ്റെ വൈഫ് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. ഒരു 15 വർഷത്തിന് മുമ്പ് സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വപ്നത്തിലേ ഇല്ല, ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഞങ്ങൾ ചിന്തിച്ചിട്ടേ ഇല്ല. പക്ഷേ ഞങ്ങൾ ദൈവവരങ്ങളെ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ ദൈവം ഞങ്ങളെ എങ്ങനെ ആക്കി തീർത്തതാണ്. അത് ഞങ്ങൾക്ക് പുകഴാനൊന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല. എന്നെ കേൾക്കുന്നവരെ, ഓസ്ട്രേലിയ അല്ല നമ്മുടെ ജീവിതം, കാനഡയോ അല്ലെങ്കിൽ UK ഒന്നും നമ്മുടെ ഈ പ്രൊഫഷനോ ഒന്നും അല്ല. ദൈവം നമ്മളെ എന്താക്കി തീർക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അതല്ല നമ്മുടെ ആഗ്രഹമല്ല. പക്ഷെ ഇന്ന് നമുക്ക് ഈ പിതാവിനോട് പറയാം, അങ്ങാണ് എൻ്റെ പിതാവ്,
നമ്മുടെ മക്കൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ നല്ല ദാനങ്ങളെ കൊടുക്കാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നോട് യാചിക്കുന്നവർക്ക് ദൈവം എത്ര അധികമെന്നാ. അപ്പം നല്ലവനായ ഈ പിതാവ് നമ്മുടെ ആഗ്രഹത്തെക്കാൾ നല്ലതായിട്ട് നമ്മൾ ജീവിതത്തിൽ എന്താണോ എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവാണ്. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ആ ദൈവത്തോട് ഈ യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, യെശയ്യാ പ്രവാചകന്റെ 64 അധ്യായം 8 വാക്യത്തിൽ പറഞ്ഞുകൊണ്ട് ദൈവത്തോട് പറയാം, അങ്ങാണ് എൻ്റെ പിതാവ്, കർത്താവ്. ഞാൻ മണ്ണ, ഞാൻ കളിമണ്ണ, Yes. അങ്ങാണ് എൻ്റെ കുശൻ, അങ്ങനെ ഒന്ന് മെനയണമേ, അങ്ങനെ ഒന്ന് ആമേൻ. വാർത്തെടുക്കണമെന്ന് നമുക്ക് പറയാം. Jesus. നമുക്ക് ദൈവത്തോട് പറയാം, നമുക്ക് ദൈവത്തോട് പറയാം. ഇന്ന് രാത്രി അങ്ങനെ പറയാൻ താല്പര്യമുള്ളത് ദൈവിക സാന്നിധ്യം ഇറങ്ങി ആ ഹല്ലേലൂയ. കുടുംബങ്ങളുടെ മേൽ വരുമെന്ന് ഞാൻ വിശ്വസിക്കുക. വരുന്ന ദിവസങ്ങളിൽ എൻ്റെ വ്യത്യാസം യെസ് നിങ്ങളുടെ കുടുംബത്തിൽ കർത്താവേ. കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. എല്ലാവരും കണ്ണുകൾ അടച്ചാട്ടെ, നമുക്ക് ദൈവരങ്ങളിലേക്ക് യെസ്. നമ്മളെ എന്തായാലും സമർപ്പിക്കാം. കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ, കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ കർത്താവേ. മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ, മെനഞ്ഞിടണമേ, വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ ഏഴയാമെന്നെ. കർത്താവെ, ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് രാത്രി അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു. അങ്ങാണ് ഞങ്ങളുടെ ഹല്ലേലൂയ. പിതാവ്, അങ്ങാണ് ആമേൻ. ഞങ്ങളുടെ പിതാവ്. ഓ, ഞങ്ങള് വെറും മണ്ണാണപ്പ, വെറും മണ്ണാണ്. ഞങ്ങൾക്ക് പൂഴുവാനൊന്നുമില്ല. പലപ്പോഴും മറ്റുള്ളവരെ കാണുമ്പോൾ കർത്താവെ ഞങ്ങളെക്കാൾ ഹല്ലേലൂയ. പോയി അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഇന്ന് വൽക്കാലം കർത്താവെ അങ്ങയുടെ കയ്യിൽ ഒതുങ്ങുന്ന കളിമണ്ണാവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഇതല്ല ആമേൻ. കർത്താവെ, അങ്ങ് കരങ്ങളിൽ എടുക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ വഴുതിപ്പോകും. ആമേൻ. അങ്ങക്ക് ഞങ്ങളെ മെരുക്കാൻ കഴിയാതെ വണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ, ഞങ്ങളുടെ ജീവിതത്തിൽ പല പ്ലാനുകളുണ്ട്. ഇന്ന് തൽക്കാലം അങ്ങയുടെ ഹിതമല്ലാത്ത ഒരു പ്ലാൻ ഞങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ വേണ്ട, എൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വേണ്ട, എൻ്റെ കുടുംബത്തിൽ വേണ്ട എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? അങ്ങനെ ഇന്ന് രാത്രി ആരെങ്കിലും പറയാൻ തയ്യാറായാൽ ദൈവാത്മാവ് യെസ് നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഒരു പാത്രമാക്കി മാറ്റിയെടുക്കുവാൻ ഈ കുശവന് താല്പര്യമുണ്ട്. പൊടിയാകുന്ന നിന്നെ കർത്താവേ. ഹല്ലേലൂയ കുഴച്ച് ഒരു മാനപാത്രമാക്കി എടുക്കാൻ ഈ കുശവന് താല്പര്യമുണ്ട്. ഓ ഹല്ലേലൂയ, വെറും പൊടിയെ വാർത്തെടുത്ത് ജീവശ്വാസം ഊതിയപ്പോൾ മനുഷ്യന് ജീവൻ വന്നിരുന്നെങ്കിൽ, ഓ ഹല്ലേലൂയ, ഈ മൺപാത്രത്തിന്റെ മേൽ ഈ അത്യന്ത ശക്തി പകർന്ന് നമ്മളെ മാനിക്കാൻ ദൈവത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നു, നിന്നെ മാനിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ കർത്താവേ. പലപ്പോഴും ദൈവസന്നിധിയിൽ വിനയപ്പെടാത്തത് കൊണ്ട്, ദൈവഹിതത്തിന് അനുസരിച്ച് ആ ജീവിതത്തെ ക്രമീകരിക്കാത്തത് കൊണ്ട് ആമേൻ. ഇപ്പോഴും ആ വിനയം ഹല്ലേലൂയ ഒന്നും ദൈവസന്നിധി താഴാനും കഴിയാത്തത് കൊണ്ട് ദൈവത്തിന് പലപ്പോഴും നമ്മളെ യൂസ് ചെയ്യാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവിക പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടാൻ കഴിയുന്നില്ല. കർത്താവേ ഇന്ന് രാത്രി സ്തോത്രം. നമുക്ക് ഒരുമിച്ച് നമ്മളെ തന്നെ ദൈവരങ്ങളിലേക്കൊന്ന് സമർപ്പിക്കാം. ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ഒരാൾക്ക് ഈ സമയത്ത് ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. ആമേൻ. പ്രാർത്ഥിക്കേ. സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. സ്വർഗപിതാവേ, ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. ആമേ, സ്തോത്രം. സ്തുതികളിൽ മേൽ വസിക്കുന്ന എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. അങ്ങനെ ഞങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കർത്താവെ, ആമേൻ, അപ്പച്ചനെ സ്തുതിക്കുവാൻ ഞങ്ങൾക്ക് ഒരു നല്ല ഭാഗ്യം ലഭിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ ആത്മാവിൽ ഒന്നിച്ച് നിന്ന് ആമേൻ ഹല്ലേലൂയ സ്തോത്രപ്പച്ചന്റെ മഹിമയെ ഒന്നും കൂടി കർത്താവിന്റെ ദാസൻ കർത്താവെ വെളിപ്പെടുത്തി തന്ന് ഞങ്ങൾ ഒന്നും കൂടി അതൊന്ന് ചിന്തിച്ച് കർത്താവിന് ഹൃദയംഗമായിട്ട് നന്ദി കരയറ്റുന്ന ഹല്ലേലൂയ ഈ അവസരം ഒരുക്കി തന്ന കർത്താവെ പരിശുദ്ധാത്മാവേ നന്ദി കരയറ്റുന്നു. തന്റെ ദാസനെ അപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. താൻ ആഗ്രഹിക്കുന്നുവല്ലോ ഹല്ലേലൂയ മറ്റുള്ളവരും ആ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഓ സ്തോത്രം.
ഹൃദയത്തിൽ നിന്ന് ഒഴുകി വന്ന കർത്താവേ വലിയ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹമായി തീരുവാന് ആ ജീവജലത്തിന്റെ നദി ഞങ്ങളിൽ കൂടി ഒഴുകുവാൻ തക്കവണ്ണം ആമേൻ ആ സ്നേഹം ആമേൻ ഹല്ലേലൂയ ഈ രാത്രിയിൽ ഈ സമയത്ത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയ ആ വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾക്ക് പുകഴുവാൻ ഒന്നുമില്ല. ഹല്ലേലൂയ ഞങ്ങളുടെ പ്രകൃതി അറിയുന്നു ദൈവമേ. സ്തോത്രം. ഞങ്ങളുടെ സൗമ്യത മറ്റുള്ളവരെ അറിയട്ടെ. ഞങ്ങളെ കാണുമ്പോൾ തന്നെ ആമേൻ ഇവർ ജീവനുള്ള ദൈവത്തിന്റെ മക്കളെന്ന് അറിയുവാൻ തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ വീണ്ടും ഓർപ്പിച്ചുണർത്തിയ അപ്പച്ചന്റെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. കൂടി വന്ന എല്ലാവരെയും അപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ആ സ്നേഹത്തിൽ ഞങ്ങൾ കണ്ടിട്ട് ഈ ഹല്ലേലൂയ സൂം മീറ്റിംഗിൽ കണ്ടിട്ടുള്ളതുണ്ട്. എങ്കിലും കർത്താവ് ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരം. ആമേൻ. അത് ആത്മാവിൽ ഞങ്ങൾ അത് കാണുകയാണ് കർത്താവേ. സ്തോത്രം. ഓരോ കുടുംബത്തെയും അവരുടെ ആവശ്യങ്ങളെയും കർത്താവേ സ്തോത്രം പറ്റ ദൈവദാസന്റെ ഹല്ലേലൂയ അനുഭവത്തിൽ കൂടി ഞങ്ങൾ കേട്ടതുപോലെ ഈ കല്ല് ഹല്ലേലൂയ ആമേൻ മറിയ പ്രാർത്ഥിച്ചതുപോലെ ഈ കല്ല് ആരെനിക്ക് വേണ്ടി ഉരുട്ടിക്കളയുമെന്നുള്ളത് ആമേൻ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ആമേൻ ഞങ്ങൾ ഭാരപ്പെടുന്നത് ആമേൻ ആ വിഷയത്തിന്റെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി അതിന്റെ മേല് ദൈവമൗത്വം വെളിപ്പെടുവാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പ്രത്യേക ദൈവദാസന്റെ ഹല്ലേലൂയ ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. തന്റെ മകളുടെ ബർത്ത്ഡേ ആണല്ലോ കർത്താവ്. പുതിയൊരു വർഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുവാൻ അപ്പച്ചൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. ആമേൻ. ആ ഭവനത്തെ അനുഗ്രഹിച്ചു വീണ്ടും കർത്താവെ അനേകർക്ക് ഒരു ആമേൻ ആശ്വാസമായി തീരുവാൻ തണുപ്പിക്കുവാനായിട്ട് ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പച്ച സ്തോത്രം. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്ന അളവിൽ അവർ വളർന്നു വരുവാന് കർത്താവെ വീണ്ടും ആ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത്. ഹല്ലേലൂയ സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും അപ്പച്ചന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. എല്ലാം യേശു അപ്പച്ചന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ ആമേൻ. താങ്ക് താങ്ക് യു യു. സാർ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഓർക്കുക, നമ്മൾ പൊടിയാണ്. നമുക്ക് പുകഴാനൊന്നുമില്ല. ഒരു ജഡവും ദൈവസന്നിധി പ്രശംസിക്കാൻ ഒന്നുമില്ല. നമുക്ക് ദൈവത്തോട് പറയാം, എന്നെ അങ്ങ് മനയണം, വാർത്തെടുക്കണം, എൻ്റെ കുടുംബത്തെ അങ്ങ് വാർക്കണം. അങ്ങനെ ദൈവം വാർത്തു, ദൈവം സംസാരിച്ചു എന്നുള്ള വാർത്തകൾ കേൾക്കാൻ ഞാനും താല്പര്യപ്പെടുന്നു. അനുഗ്രഹീതമായ സാക്ഷ്യങ്ങളെ ദൈവം നൽകട്ടെ. എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. സാർ ഗുഡ് നൈറ്റ് സാർ. താങ്ക് യു.